ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസ് ഹാദി വൈശ്റൂൻ 21ാമത്തെ പാഠം. എന്താ വരുന്നത്? അന്നബിയ്യു മുൻതളിർ, പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകൻ. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഈ ബോക്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അവർ ബുസ്ര പട്ടണത്തിലെത്തി. യാത്രാക്ഷീണമുണ്ടായിരുന്നു. ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. യാത്രാ സംഘത്തെ ബഹീറ എന്ന പുരോഹിതൻ കണ്ടു. വേദപണ്ഡിതനായ അദ്ദേഹം അവരെ നിരീക്ഷിക്കുകയായിരുന്നു. യാത്രാ സംഘത്തിന് മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരിക്കുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ബഹീറ ആശ്ചര്യപ്പെട്ടു. കാര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ധൃതിയായി. കച്ചവട സംഘത്തിലെ എല്ലാവരെയും തൻ്റെ പർണശാലയിലേക്ക് ക്ഷണിച്ചു. സംഘത്തെ സൂക്ഷിച്ചു നോക്കി. ഇവിടെ കച്ചവട യാത്രാ സംഘമായിരുന്നു. അബൂ ത്വാലിബും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ട്. അവർ ഒരു സംഘം ആളുകളാണ്. അവര് ബുസ്ര പട്ടണത്തിലെത്തിയപ്പോൾ യാത്രാക്ഷീണം കാരണം വിശ്രമിക്കാൻ ഇരുന്നു. അപ്പോൾ അവരെ വേദപണ്ഡിതനായ ബഹീറ കണ്ടു. അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു? അവർക്ക് മുകളിലെ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരിക്കുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ബഹീറ ആശ്ചര്യപ്പെട്ടിരുന്നു. കാര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ധൃതിയായി. ആ സംഘത്തോട് തൻ്റെ പർണശാല എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്ന സ്ഥലം, അതിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ സംഘത്തെ സൂക്ഷിച്ചു നോക്കി ബഹീറ. അദ്ദേഹം ചോദിച്ചു, സംഘത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, എല്ലാവരും വന്നിട്ടില്ലേ എന്ന്. ഒരു കുട്ടിയുണ്ട്, അവൻ വന്നിട്ടില്ല, ഒരാൾ പറഞ്ഞു. ബഹീറ, അവനെയും വിളിക്കൂ. ആശ്രമത്തിലെത്തിയ കുട്ടിയെ അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു. അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. ബഹീറ, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ്, എൻ്റെ മകൻ. അബൂ ത്വാലിബ് പറഞ്ഞു, എൻ്റെ മകനാന്ന് പറഞ്ഞു. ബഹീറ, അല്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാനിടയില്ല. അബൂ ത്വാലിബ്, എൻ്റെ സഹോദര പുത്രനാണ്. ബഹീറ, പിതാവിന് എന്ത് സംഭവിച്ചു? അബൂ ത്വാലിബ്, ഈ കുഞ്ഞ് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. അവിടെ ബഹീറയും അബൂ ത്വാലിബും തമ്മിലുള്ള സംഭാഷണമാണ്. ബഹീറ, ശരി, അവനുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. അത് കേട്ട അബൂ ത്വാലിബിന് ആശയും ആശങ്കയും വർദ്ധിച്ചു. കച്ചവടം പൂർത്തിയാക്കി വേഗം അവർ നാട്ടിലേക്ക് മടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് അബൂ ത്വാലിബ് കച്ചവട യാത്രക്ക് പോയതായിരുന്നു. അപ്പോൾ ബഹീറ അവരെ കണ്ടു. അപ്പോൾ പൂർവ്വവേദങ്ങളിൽ അന്ത്യപ്രവാചകനെ പറ്റി പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ബഹീറ കണ്ടു. അപ്പോൾ ബഹീറ അബൂ ത്വാലിബിനോട് പറഞ്ഞു, നിങ്ങൾ കുട്ടിയുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. ബഹീറ എന്താണ് അബൂ ത്വാലിബിനോട് പറഞ്ഞത്? ചോദ്യം വരാം. എന്താണ്? നിങ്ങൾ അവനുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഇതാണ് ബഹീറ അബൂ ത്വാലിബിനോട് പറഞ്ഞത്. അത് കേട്ട അബൂ ത്വാലിബിന് ആശയും ആശങ്കയും വർദ്ധിച്ചു. കച്ചവടം പൂർത്തിയാക്കി വേഗം അവര് നാട്ടിലേക്ക് മടങ്ങി. ഇന്നലിഹാദ സ്വബിയു ശഅനൻ അലീമ, നിശ്ചയം ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. മനസ്സിലാക്കാം. നമുക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. പിന്നെ ദഫ്തർ ത്വാലിബ് നോക്കാം. ആദ്യം വരുന്നത് വാക്യം നിർമ്മിക്കാനാണ്. നിരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? പാഠത്തുനിന്ന് തന്നെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എഴുതാം.
ഞാൻ ആകാശം നിരീക്ഷിച്ചു എന്നൊക്കെ എഴുതാം. അപ്പം പാഠത്തിൽ എന്താ വന്നത്? കുട്ടിയെ അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു. ബഹീറ കുട്ടിയെ പ്രത്യേകം നിരീക്ഷിച്ചു, അങ്ങനെയും എഴുതാം. അടുത്തത് ലക്ഷണങ്ങൾ. എന്താണ് ലക്ഷണങ്ങൾ? പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. അവിടെ പല ലക്ഷണങ്ങളും കണ്ടു, അവരിൽ പല ലക്ഷണങ്ങളും കണ്ടു, അങ്ങനൊക്കെ എഴുതാം, മനസ്സിലാക്കി എഴുതാം. അടുത്തത് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു എന്ന് എഴുതാം. അടുത്തത് അപായപ്പെടുത്തി. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കും എഴുതുക. അടുത്ത എന്താണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ബുസ്ര പട്ടണം എവിടെയാണ്? ബുസ്ര പട്ടണം സിറിയയിലാണ് ബുസ്ര പട്ടണം. അടുത്തത് ആരാണ് ബഹീറ? ഒരു വേദപണ്ഡിതനാണ് ബഹീറ, മനസ്സിലാക്കി എഴുതാം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബഹീറ എന്തായിരുന്നു ദർശിച്ചത്? അന്ത്യപ്രവാചകനെ കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ബഹീറ കുട്ടിയിൽ കണ്ടു. അന്ത്യപ്രവാചകനെ കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. അടുത്തത് ബഹീറ അബൂ ത്വാലിബിനോട് എന്താ പറഞ്ഞത്? അവനുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക, ജൂതന്മാരെ സൂക്ഷിക്കുക, അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം, ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഇതാണ് ബഹീറ അബൂ ത്വാലിബിനോട് പറഞ്ഞത്. അടുത്തത് നക്തുബുൽ ഹിവാർ. എന്താണ്? ബഹീറയും അബൂ ത്വാലിബും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. അവിടെ പാഠത്തിലെ ബഹീറയും അബൂ ത്വാലിബും തമ്മിൽ സംഭാഷണം ഉണ്ടായിരുന്നു, അത് ഇവിടേക്ക് പകർത്തി എഴുതണം. ബഹീറ ചോദിക്കുന്നു, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ്, എൻ്റെ മകൻ. ബഹീറ, അല്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാനിടയില്ല. അബൂ ത്വാലിബ്, എൻ്റെ സഹോദരപുത്രനാണ്. ബഹീറ, പിതാവിന് എന്ത് സംഭവിച്ചു? അബൂ ത്വാലിബ്, ഈ കുഞ്ഞ് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. അപ്പോൾ ബഹീറ അവസാനം ഇവിടെ പറയുന്നത് എഴുതുക, ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്, ജൂതന്മാരെ സൂക്ഷിക്കുക, അവർ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഇതൊക്കെ ബഹീറ അവസാനം പറയുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ ഒരു സംഭാഷണ രൂപേണ പകർത്തി എഴുതാം. അടുത്ത നൊയ്ദ് ഖുത്ബ, ഒരു പ്രസംഗം തയ്യാറാക്കാനാണ്. അബൂ ത്വാലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ സിറിയ യാത്ര എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ആ സിറിയയിലേക്കുള്ള കച്ചവട യാത്ര, അതാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ ഒരു പ്രസംഗ രൂപേണ അതവിടെ എഴുതേണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, ഞാനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറിയ യാത്ര എന്നതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് തുടക്കം, ഒരു പ്രസംഗത്തിന്റെ തുടക്കം എങ്ങനെയാണോ അത് എഴുതുക. അവര് ബുസ്ര പട്ടണത്തിലെത്തി, അവര് വിശ്രമിക്കാനിരുന്നു. അപ്പോൾ അവരെ തൻ്റെ പർണശാലയിലേക്ക് ബഹീറ എന്ന പുരോഹിതൻ ക്ഷണിച്ചു. അദ്ദേഹം അവരുടെ യാത്രാ സംഘത്തിന് മുകളിൽ ഒരു മേഘം തണൽ വിരിച്ചിരിക്കുന്നത് കാണാനിടന്നു. അതിൻ്റെ കാര്യം അറിയാൻ അദ്ദേഹത്തിന് തിടുക്കമായി. അങ്ങനെ അദ്ദേഹം അവരെ തൻ്റെ പർണശാലയിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എഴുതിയൊരു പ്രസംഗം തയ്യാറാക്കുകയാണ് വേണ്ടത്. പ്രസംഗത്തിൻ്റെ അവസാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറിയ യാത്രയെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുക. ഇനി എന്താ ഇവിടെ വരുന്നത്? നക്തഷിഫ്. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൂർവ്വവേദത്തിൽ വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പല മുഅ്ജിസുകളും ദൃശ്യമായിരുന്നു. അതിൽപ്പെട്ടതാണ് അവർക്ക് മുകളിൽ
മേഘം തണൽ വിരിച്ചിരുന്നു. അതൊക്കെ നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പം അത് എഴുതുക, മനസ്സിലാക്കിയിട്ട് എഴുതുക. പൂർവ്വവേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരിക്കെ പല മുഅ്ജിസത്തുകളും ദൃശ്യമായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. പിന്നെന്താ വരുന്നത്? അതത വനൻഷ, താഴെയുള്ളത് വായിച്ച് പഠിക്കുക, അത് പകർത്തി എഴുതുക. വാഹിദ് 1, ഇസ്നാനി 2, സലാസ 3, അർബ 4, ഹംസ 5, സിത്ത 6, സബ 7, സമാനിയ 8, തിസ്അ 9, അഷറ 10. അപ്പം അതൊക്കെ പകർത്തി എഴുതുക. എല്ലാവരും അത് ഓർഡർ പ്രകാരം പഠിക്കുക. എണ്ണങ്ങൾ അറബിയിൽ എണ്ണി പഠിക്കുക. വാഹിദ്, ഇസ്നാന്, സലാസ, അർബ അങ്ങനെ എണ്ണി പഠിക്കുക. അപ്പം ഇത്രയും ആണ് ഈ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.